Next, a report on seminar or a report on panel discussion. ഒരു റിപ്പോർട്ട് ആയിരിക്കണം നമ്മൾ അടുത്ത് പഠിക്കുന്നത്. അതൊരു സെമിനാറിനെ കുറിച്ചാകാം, അല്ലെങ്കിൽ ഒരു പാനൽ ഡിസ്കഷൻ. ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് പാനൽ ഡിസ്കഷൻ. ആ പാനൽ ഡിസ്കഷനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു റിപ്പോർട്ട് ആകാം. അപ്പോൾ ഈ റിപ്പോർട്ട് റൈറ്റിങ്ങിന് നമ്മൾ സാധാരണയായി പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്. എവിടെയും നിങ്ങൾക്ക് വേറൊരു ടെൻസ് കാണാൻ കഴിയില്ല. പാസ്റ്റ് ടെൻസിലായിരിക്കും നമ്മൾ റിപ്പോർട്ട് റൈറ്റിംഗ് പറയുന്നത്. കഴിഞ്ഞ കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ റിപ്പോർട്ട് എഴുതുന്നത്. 5 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് അല്ലെങ്കിൽ 6 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് റിപ്പോർട്ട് റൈറ്റിംഗ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. ആദ്യമായി അതിന്റെ ഫോർമാറ്റ്. ടൈറ്റിൽ, എക്സാമ്പിൾ റിപ്പോർട്ട് ഓൺ ചൈൽഡ് ലേബർ. ഇപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ ഒരു സെമിനാർ അല്ലെങ്കിൽ ഒരു പാനൽ ഡിസ്കഷൻ നടന്നു, ചൈൽഡ് ലേബറിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഫോർമാറ്റ് എന്താണ്? ആദ്യമായി റിപ്പോർട്ട് ഓൺ ചൈൽഡ് ലേബർ. ആ റിപ്പോർട്ട് റൈറ്റിങ്ങിൽ അതിൻ്റെ ഹെഡിങ് കൊടുക്കേണ്ടത് എന്നാണ്? റിപ്പോർട്ട് ഓൺ ചൈൽഡ് ലേബർ എന്നാണ് നമ്മൾ കൊടുക്കുന്നത്. വേറെ ഏതെങ്കിലും ടോപ്പിക്കിനെ കുറിച്ചാണെങ്കിൽ റിപ്പോർട്ട് ഓൺ ദാറ്റ് ടോപ്പിക്, ആ ടോപ്പിക്കിൻ്റെ പേരെഴുതുക. ദെൻ ആദ്യമേ നമ്മൾ എന്തൊക്കെ എഴുതും? ഈവൻറ്റ്, അതായത് ആ സംഭവം എവിടെ, അല്ലെങ്കിൽ ആ ഒരു ഈവൻറ്റ് എവിടെ വച്ചാണ് നടന്നത്, അതിൻ്റെ പ്ലേസ്, ഡേറ്റ്, ബാക്കി ഡീറ്റെയിൽസ്, പ്രൈമറി ഡീറ്റെയിൽസ് കൊടുക്കുക. എവിടെ വെച്ച് എന്താണ് ആ സംഭവം, എങ്ങനെയാണ് അത് നടന്നത്. ഇപ്പോൾ ഇവിടെ ഉദാഹരണത്തിന് ചൈൽഡ് ലേബർ ആണെങ്കിൽ എ സെമിനാർ ഓൺ ചൈൽഡ് ലേബർ വാസ് കണ്ടക്റ്റഡ് ഇൻ അവർ സ്കൂൾ. വേണമെങ്കിൽ സ്കൂളിൻ്റെ പേര് ഇവിടെ കൊടുക്കാം. ഓൺ 2nd September 2017 at 10 AM. ഒരു പാസ്റ്റിലെ ടൈമാണ്. ഇപ്പോൾ 2020 നടന്നതാണെങ്കിൽ 2020 എന്ന് എഴുതുക. ദെൻ യു ഷുഡ് ഗീവ് ഡീറ്റെയിൽസ് അബൌട്ട് ദ സെമിനാർ ഓർ പാനൽ ഡിസ്കഷൻ. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ്, ആരാണ് അത് ഉദ്ഘാടനം ചെയ്തത്, ആരൊക്കെയാണ് അതിൽ പ്രസംഗിച്ചത്, അതിൽ ആരൊക്കെ. സെമിനാർ ആകുമ്പോൾ തീർച്ചയായിട്ടും പേപ്പർ പ്രസൻറ്റ് ചെയ്യാൻ ആൾക്കാരുണ്ടാവും. ആരൊക്കെയാണ് പേപ്പർ പ്രസൻറ്റ് ചെയ്തത്, പിന്നെ വോട്ട് ഓഫ് താങ്ക്സ് ആരായിരുന്നു, അത് സെമിനാറിൽ പങ്കെടുത്ത ആൾക്കാർ ആരൊക്കെയാണ്, ചീഫ് ഗസ്റ്റ് ഉണ്ടായിരുന്നു, ഉദ്ഘാടനം, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ സാധാരണ പണ്ട് നോട്ടീസിൽ എഴുതുന്ന ഒരുവിധമുള്ള കാര്യങ്ങളെല്ലാം ഈ സെമിനാർ റിപ്പോർട്ടിലും അല്ലെങ്കിൽ പാനൽ ഡിസ്കഷൻ്റെ റിപ്പോർട്ടിലും എഴുതാറുണ്ട്. ആ ഫംഗ്ഷൻ എങ്ങനെയാണ് നടന്നത് എന്നൊന്ന് ആലോചിച്ച് നമ്മൾ എഴുതും. പിന്നെ സെമിനാറിലാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ പേപ്പർ പ്രസൻറ്റേഴ്സ് ഉണ്ടാവും. ആരെങ്കിലുമൊക്കെ ഒരു 2 or 3 ആൾക്കാർ പേപ്പർ പ്രസൻറ്റ് ചെയ്യും അവരുടേതായ കാഴ്ചപ്പാട് ഈ വിഷയത്തെക്കുറിച്ച്. ദെൻ തേർഡ് പാരഗ്രാഫായിട്ട് അല്ലെങ്കിൽ 4th പാരഗ്രാഫായിട്ട് നമുക്ക് കൺക്ലൂഷൻ എഴുതാം. എക്സാമ്പിൾ, ദ സെമിനാർ പ്രൂവ് ടു ബി എ ഗ്രേറ്റ് സക്സസ്. ഇത് നമ്മൾ സാധാരണ എപ്പോഴും എഴുതുന്നതാണ് റിപ്പോർട്ടിൻ്റെ കൂടെ. അതിപ്പോൾ ഫെയിലിയർ ആയിരുന്നാൽ പോലും നമ്മൾ എഴുതുന്നത് എന്താണ്? ദ സെമിനാർ പ്രൂവ് ടു ബി എ ഗ്രേറ്റ് സക്സസ്. ഓൾ ദ സ്റ്റുഡൻസ് ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ സെമിനാർ. എല്ലാ സ്റ്റുഡൻസും വളരെ നന്നായി പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഇറ്റ് വാസ് ഇൻഫോർമേറ്റീവ്, എൻലൈറ്റനിങ്, ഇൻട്രസ്റ്റിംഗ് ആൻഡ് എൻകറേജിങ്. എല്ലാം അടിപൊളിയായിരുന്നു എന്നാണ് പറയുന്നത്. വി ആർ വെയിറ്റിംഗ് ഫോർ മോർ ഓഫ് സച്ച് പ്രോഗ്രാംസ് ഇൻ ഫ്യൂച്ചർ. ഭാവിയിലും ഇതുപോലത്തെ പ്രോഗ്രാംസ് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാണ് നമ്മൾ ആ റിപ്പോർട്ട് ഫോർമാറ്റ് നിർത്തുന്നത്, അല്ലെങ്കിൽ ആ റിപ്പോർട്ട് റൈറ്റിംഗ് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് അടുത്ത സ്ലൈഡിൽ തന്നിരിക്കുന്നത്. നോക്കിക്കേ, റിപ്പോർട്ട് ഓൺ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പിക് എഴുതാം. ഏത് പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഇന്ന ടോപ്പിക്കിനെ കുറിച്ച് ഒരു റിപ്പോർട്ട് തയ്യാറാക്കുക. റാഷ് ഡ്രൈവിങ്ങിനെ കുറിച്ച് ഒരു റിപ്പോർട്ട് തയ്യാറാക്കുക. നിങ്ങളുടെ ഏരിയയിൽ റാഷ് ഡ്രൈവിംഗ് കൂടുതലാണ്, ആക്സിഡൻറ്റ്സ് കൂടുതലാണ്, അല്ലെങ്കിൽ വാട്ടർ സ്കേഴ്സിറ്റി, നിങ്ങളുടെ ഏരിയയിൽ വെള്ളം കിട്ടുന്നില്ല, ഡ്രെയിനേജ് പ്രോബ്ലംസ്, അതിനെയൊക്കെ കുറിച്ച് ഏത് പ്രശ്നത്തെക്കുറിച്ച് നമുക്ക് റിപ്പോർട്ട് റൈറ്റിംഗ് ചോദിക്കാം പരീക്ഷയ്ക്ക്. ഇപ്പോൾ ഇവിടെ ഒരു ജനറലായിട്ടുള്ള ഒരു കാര്യമാണ് തന്നിരിക്കുന്നത്. ഏത് ടോപ്പിക് തന്നാലും അതിനെക്കുറിച്ച് എഴുതാൻ പറ്റുന്ന രീതിയിൽ ഇങ്ങനെയാണ് നമ്മൾ റിപ്പോർട്ട് എഴുതുന്നത്. ആദ്യം സ്ഥലം എഴുതും, ട്രിവാൻഡ്രം അല്ലെങ്കിൽ പാലക്കാട്. എ പാനൽ ഡിസ്കഷൻ ഓർ സെമിനാർ ഓൺ ദ ടോപ്പിക്, ഇവിടെ ടോപ്പിക് എഴുതുക. was held yesterday in the school auditorium. സ്കൂൾ ഓഡിറ്റോറിയം ആണെങ്കിൽ സ്കൂൾ ഓഡിറ്റോറിയം, പബ്ലിക് ഹാൾ ആണെങ്കിൽ പബ്ലിക് ഹാൾ, ലൈബ്രറി ആണെങ്കിൽ ലൈബ്രറി. ഇൻ കണക്ഷൻ വിത്ത് ദ ആനുവൽ ഡേ സെലിബ്രേഷൻസ്. ഏത് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടാണ് സെമിനാർ അല്ലെങ്കിൽ പാനൽ ഡിസ്കഷൻ നിങ്ങൾ കണ്ടക്ട് ചെയ്തത്. ദെൻ ശ്രീ ഓർ ശ്രീമതി ഉമ്മൻചാണ്ടി ഓർ പിണറായി വിജയൻ inaugurated the program. He reminded us that greatest gift can give to the society is our goodwill and sincere hard work. അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ ഒരു വരിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. Then the seminar started with a prayer. നമുക്കറിയാലോ ഏത് പ്രോഗ്രാമും
പ്രയറോട് കൂടിയാണ് ആരംഭിക്കുന്നത്. ദ PTA president of the school, ശ്രീ അദ്ദേഹത്തിൻ്റെ പേര് കൊടുക്കുക, presided over the meeting. ദ പ്രിൻസിപ്പൽ, ശ്രീ പ്രിൻസിപ്പലിൻ്റെ പേര്. വെൽക്കം ദ ഗ്യാതറിംഗ്, ശ്രീ ആർട്സ് ക്ലബ് കൺവീനറുടെ പേര് ഇവിടെ കൊടുക്കുക, അല്ലെങ്കിൽ NSSPOയുടെ പേര്, അല്ലെങ്കിൽ സ്കൂൾ ലീഡർ, ചെയർപേഴ്സൺ, ആരൊക്കെയാണ് സംസാരിച്ച് അവരുടെയൊക്കെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് നമ്മൾ ഈ ഒരു പാരഗ്രാഫിൽ എഴുതും. സ്പീക്കേഴ്സ് അല്ലെങ്കിൽ പാനലിസ്റ്റ് സ്പോക്ക് ഓൺ ദ ഒക്കേഷൻ. അവരെ പാനൽ ഡിസ്കഷൻ ആണെങ്കിൽ പാനലിസ്റ്റുകൾ എന്നാണ് അവരെ പറയുന്നത്. പാനലിസ്റ്റ് സ്പോക്ക് ഓൺ ദ ഒക്കേഷൻ. There was an interactive session after the presentation of the panelist or papers. അപ്പോൾ സാധാരണഗതിയിൽ സെമിനാർ പേപ്പർ അവതരിപ്പിച്ച് കഴിഞ്ഞാൽ പാനൽ ഡിസ്കഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഇന്ററാക്റ്റീവ് സെഷൻ, അതിന് ഓപ്പൺ ഫോറം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അവിടെ വന്നിരിക്കുന്ന ഓഡിയൻസുമായിട്ട് ഒരു ഇന്ററാക്ഷൻ. ദ ഡൗട്ട്സ് ഓഫ് ദ പാർട്ടിസിപ്പൻസ് വെയർ ക്ലിയർഡ്. ആ ഇന്ററാക്ഷൻ വളരെ ഫ്രൂട്ട്ഫുൾ ആയിരുന്നു. അതിന് ഒരുപാട് ഡൗട്ട്സ് ഒക്കെ ആൾക്കാർ ചോദിക്കുകയുണ്ടായി, അതെല്ലാം ക്ലിയർ ചെയ്തു. The program concluded with the vote of thanks by the students representative. മാസ്റ്റർ, നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു കുട്ടിയുടെ പേര്. ഈ പ്രോഗ്രാം മാസ്റ്റർ വൈഷ്ണവിൻ്റെ ഒരു വോട്ട് ഓഫ് താങ്ക്സോടുകൂടി അവസാനിച്ചു. ദ പ്രോഗ്രാം എൻഡഡ് വിത്ത് ദ നാഷണൽ ആന്തം. നാഷണൽ ആന്തത്തോടുകൂടി പ്രോഗ്രാം പൂർണ്ണമായും അവസാനിപ്പിക്കുകയാണ്. ദ പ്രോഗ്രാം പ്രൂവ് ടു ബി എ ഗ്രേറ്റ്. കണ്ടോ, ഇവിടെ എല്ലാം പാസ്റ്റ് ടെൻസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പ്രോഗ്രാം എൻഡഡ് വിത്ത്. ഡൗട്ട്സ് ഓഫ് ദ പാർട്ടിസിപ്പൻസ് വെയർ ക്ലിയർഡ്. Panelists spoke on the occasion, started with a prayer, presided over the meeting. അപ്പോൾ എല്ലായിടത്തും നമ്മൾ പാസ്റ്റ് ടെൻസ് ആണ് നമ്മൾ റിപ്പോർട്ട് റൈറ്റിങ്ങിൽ പൊതുവെ ഉപയോഗിക്കുന്നത്. The program proved to be a great success. All the students actively participated in the program. It was informative and interesting. We are waiting for more such programs in future. വളരെ നല്ല പ്രോഗ്രാം ആയിരുന്നു. നമ്മൾ ഇതുപോലുള്ള പ്രോഗ്രാംസ് ഭാവിയിലും ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇത് ഒരു പേജാണ്. റിപ്പോർട്ട് റൈറ്റിംഗ് എപ്പോഴും ചോദിച്ചാലും നിങ്ങൾക്ക് ഒരു പേജിൽ എഴുതാനുള്ള കാര്യങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. ഒരു ഫംഗ്ഷൻ നടന്നതായിട്ട് മനസ്സിൽ സങ്കല്പിക്കുക. അതെങ്ങനെയായിരിക്കും? ആദ്യം പ്രയറോടുകൂടിയ ഫംഗ്ഷൻ തുടങ്ങുന്നു, അത് കഴിഞ്ഞിട്ട് വെൽക്കം സ്പീച്ച് ഉണ്ടാവും, അത് കഴിഞ്ഞ് അത് ഉദ്ഘാടനം ചെയ്യുന്ന കാര്യങ്ങളുണ്ടാവും, അത് കഴിഞ്ഞ് സെമിനാർ ആണെങ്കിൽ പേപ്പർ പ്രസൻറ്റേഷൻ ഉണ്ടാവും, പാനൽ ഡിസ്കഷൻ ആണെങ്കിൽ ആ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യും. പാനലിസ്റ്റുകൾ വന്നിരുന്ന് ഓരോ ഫീൽഡിലും പ്രത്യേകം ഇപ്പോൾ ആയുർവേദ, അലോപ്പതി, ഹോമിയോ 3 മേഖലയിലുള്ള ഡോക്ടേഴ്സിൻ്റെ പാനൽ ഡിസ്കഷൻ ആണെങ്കിൽ അവർ അതിനെക്കുറിച്ച് സംസാരിക്കും. അപ്പോൾ പാനൽ ഡിസ്കഷനും സെമിനാറും ഒക്കെ ഏത് ടോപ്പിക്കിനെ കുറിച്ചും നമുക്ക് നടത്താവുന്നതാണ്. അപ്പോൾ ഈ രീതിയിലൊക്കെ ഒന്ന് ചിന്തിച്ചിട്ട് നിങ്ങൾ ഈ പ്രോഗ്രാം നടന്നതായിട്ട് നിങ്ങൾ എഴുതുന്നു. അതാണ് റിപ്പോർട്ട് റൈറ്റിംഗ്. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ തന്നിട്ടുള്ളത്, നന്നായിട്ട് മനസ്സിലാക്കുക ഇത്.